ബേസ് എന്ന് പറയുന്നത് ഒരു 4 വരികളാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു 4 വരികളാണ്. ആവശ്യമെങ്കിൽ ബ്രെയിനിൽ കയറ്റി വെക്കുക. അതിങ്ങനെയാണ്: ഇല്ല എന്നറിവുണ്ടാവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദേഷ്യപ്പെട്ട് പറയുന്ന ഓരോ വാക്കുകളും ഒരാളുടെ ഉള്ളിൽ തറച്ചിട്ട് അത് നമുക്ക് വേണമെങ്കിൽ വാക്ക് ഒരു പക്ഷെ സോറി എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം, പക്ഷെ ആ പാഠം അവിടെ തന്നെ കിടക്കും. അല്ലെങ്കിൽ നമ്മളാണോ തുറക്കും? ഹലോ, മനസ്സിലായി? നമ്മുടെ കയ്യിലുള്ള സാധനം അതെന്താ? ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. ഈ സാധനം അവർ എന്താണ് വിജയിച്ചതിന് ഒരു സീക്രട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ആൻസർ മാത്രമേ ഉള്ളൂ സുഹൃത്തെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ പരാജയപ്പെടില്ല എന്നുള്ള പേടിയൊന്നും അവർക്കില്ല. എന്തായാലും നമുക്കറിയാം വീഴ്ചകൾ ഉണ്ടാവും, പുതിയ നിൽക്കും. ഇനി നിങ്ങൾ വീഴുന്നില്ലേ, നിങ്ങൾ പുതിയതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുതരാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ സാധാരണ പറഞ്ഞത്, ഇഫ് യു വാണ്ട് ടു ബിക്കം റിച്ച് ആൻഡ് സക്സസ്ഫുൾ, ഫസ്റ്റ് യു ഹാവ് ടു ബ്രേക്ക് ദ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൂ. എന്തൊക്കെ പ്രശ്നം വന്നാലും, ആരൊക്കെ പിടിച്ചു വലിച്ചാലും, ആരൊക്കെ തള്ളിയിട്ടാലും, ആരൊക്കെ നമ്മളെ കളിയാക്കിയാലും, ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും, ഇനി ആരൊക്കെ നമ്മളെ തള്ളി പറഞ്ഞാലും തോൽക്കാൻ മനസ്സില്ല എന്ന് എന്നാണ് ഒരു ബിസിനസ്സുകാരൻ തീരുമാനം എടുക്കുന്നത്, അന്നാണ് അവന്റെ വിജയം തുടങ്ങുന്നത്. സോ അങ്ങനെ ജേക്കോബിന്റെ ഈ ബിസിനസ്സുകാര് നാളെ കേരളത്തിൽ അറിയപ്പെടുന്ന, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബിസിനസ്സുകാരായി മാറട്ടെ. ജേക്കോബ് എടപ്പാൾ ചാപ്റ്ററിന്റെ ആൾക്കാരിന് എല്ലാവരും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എന്റെ വഴികളും മൈ ഡിയർ ഫ്രണ്ട് ഒരു നന്ദി കൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ എത്തും. താങ്ക് യു സോ മച്ച്.